വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതി അർജുന് ജാമ്യം. കട്ടപ്പന പോക്സോ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരായത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, വിശദാംശം എന്താണ്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നത്. 10 ദിവസത്തിനകം കട്ടപ്പനയിലെ വിചാരണ കോടതിയിൽ അർജുനോട് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. അതായത് ഈ അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന പോക്സോ കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു. സർക്കാർ അപ്പീൽ സമർപ്പിച്ചിരുന്നു. അതിൽ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല. അതിനിടയിൽ ഈ അർജുൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കുടുംബം സർക്കാരിനെ സമീപിച്ചിരുന്നു. സർക്കാർ അതിലൊരു ഉപഹർജിയും ഫയൽ ചെയ്തിരുന്നു. അതിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അർജുനോട് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടത്. വിദേശത്തേക്ക് കടക്കില്ല എന്നുള്ള ഉറപ്പ് നൽകണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ അർജുനെ അഡ്വക്കേറ്റ് അതിന് തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ അർജുന്റെ വക്കാലത്ത് ഉൾപ്പെടെ ഒഴിയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതി അർജുനോട് വിചാരണ കോടതിയിൽ 10 ദിവസത്തിനകം ഹാജരാകണമെന്നും 50,000 രൂപയുടെ ബോണ്ടും അതുപോലെ തന്നെ 2 ആൾജാമ്യവും നൽകണമെന്നും പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതിയിൽ അർജുൻ ഹാജരാവുകയും ബോണ്ട് കെട്ടിവെക്കുകയും ആൾജാമ്യം കൊടുക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി ഇപ്പോൾ എന്തായാലും അർജുനെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഇത് ഈ അഭിഭാഷകർ തമ്മിലുള്ള ചെറിയ തർക്കമാണ് കോടതിയിൽ ഒരു ചെറിയ സംശയത്തിനിടയാക്കിയത് എന്നുള്ളതാണ് ഇന്ന് ജ്യോതി സാഗർ എന്ന അഡ്വക്കേറ്റ് അർജുനു വേണ്ടി കോടതി ഹാജരായ അഡ്വക്കേറ്റ് പറയുകയും ചെയ്തത്. ഇതിൽ കുടുംബത്തിന്റെ നിലപാട് എന്താണ് ഇപ്പോൾ, രാഹുൽ? ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ ഒരു ചെറിയ കാലതാമസം നേരിട്ടിട്ടുണ്ട്. അത് സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഉടൻ തന്നെ നിയമിക്കണം എന്നുള്ളൊരു ആവശ്യം ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ നീണ്ടുപോവുകയാണ്. പ്രതി അർജുൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിനെ കുടുംബം വീണ്ടും സമീപിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടിയിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ 1 വർഷമായിട്ടും കാലതാമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് സർക്കാരിന്റെ ഒരു വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അടിയന്തരമായി നടപടി ഉണ്ടാകുമെന്ന് പലപ്പോഴായിട്ട് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും അതിങ്ങനെ നീണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ വിചാരണ ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയിൽ വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങാത്തതിനാൽ ഈ അർജുൻ ഇപ്പോഴും കുറ്റവിമുക്തനായി തന്നെ തുടരുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ കോടതി കേസ് ഫയലിൽ സ്വീകരിച്ച് അതിനുശേഷം വിചാരണ ഉൾപ്പെടെ തുടങ്ങിയെങ്കിൽ മാത്രമേ അതിനുള്ള സാഹചര്യം തെളിയുകയുള്ളൂ. അത് അടിയന്തരമായി വേണം എന്നുള്ളതാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. പ്രതി അർജുൻ തന്നെ എന്നുള്ളത് ഉറപ്പിച്ചു തന്നെ പറയുകയാണ് ഈ കുടുംബം. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പ്രതി അർജുന് ജാമ്യം നൽകുന്നു. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ രാഹുൽ വിജയൻ നൽകി. കട്ടപ്പന പോക്സോ കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.